അശോക് സാർ ആൻഡ് ഫാമിലി നമ്മളൊരു 1.5-2 വർഷത്തിന് ശേഷം വീണ്ടും ഇവിടെ ഇതുപോലെ തന്നെ ഒരു ഈവനിങ്ങിന് നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്, പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇവർക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. സ്ഥിരമായി നമ്മൾ കാണുന്നത് എന്താണ്, ഒരു വീഡിയോ ഷൂട്ട് എന്ന് പറയുന്നത്, പ്രോജക്റ്റ് ഷൂട്ട് എന്ന് പറയുന്ന ആരെങ്കിലും വന്ന് നിങ്ങളുടെ വീടിൻ്റെ കുറേ ഭാഗങ്ങൾ എടുത്ത് അതിനെപ്പറ്റി പറയാറാണ്. ആക്റ്റീവ് ഡിസൈൻസ് അങ്ങനെ ഒരു മൈലേജ് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഷൂട്ടല്ല ഇത്. ഞങ്ങൾ ഇതിനെ കണ്ടന്റ് ഷൂട്ടിംഗ് എന്നാണ് വിളിക്കുക. ഓരോ ഏരിയയ്ക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും അത് ഓരോരുത്തരുടെ ലൈഫിലേക്ക് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയാണ് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം 2 വർഷത്തിന് ശേഷം അശോക് സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ എല്ലാവരുടെയും ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്. ഒരു പ്രോജക്റ്റ് തീർന്ന് ആദ്യത്തെ കുറച്ച് നാളുകൾ എല്ലാവരും ഭയങ്കര സന്തോഷവും അഭിമാനമൊക്കെ ആയിരിക്കും. ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കഴിയുമ്പോഴാണ് യാഥാർത്ഥ്യ സാധനം പുറത്തു വരുന്നത്. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ആക്റ്റീവ് ഡിസൈൻസിനെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? എന്തുകൊണ്ട് ആക്റ്റീവ് ഡിസൈൻസിനെ ചൂസ് ചെയ്തു? ആക്ച്വലി ഞങ്ങൾ ഒരു വീടെന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾക്ക് വന്ന സമയത്ത് ഞങ്ങൾ ആദ്യം യൂട്യൂബിലാണ് തിരഞ്ഞുകൊണ്ടിരുന്നത് ആരാണ് ബെസ്റ്റ് ബിൽഡർ. നമ്മുടെ ഏരിയയിൽ ഏത് ഏരിയയിൽ ആണ്, എറണാകുളം സൈഡായാലും പത്തനംതിട്ട സൈഡായാലും കോട്ടയം സൈഡായാലും ബെസ്റ്റ് ബിൽഡർ ആരാണെന്നാണ് ഞങ്ങൾ യൂട്യൂബിൽ. അപ്പോൾ സുരയും ഞങ്ങൾ 2 വീടും കൂടെ ചൂസ് ചെയ്ത സമയത്ത് ഞങ്ങൾ 1-2 ബിൽഡേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ആക്റ്റീവ് ഡിസൈനിൻ്റെ 1-2 വീഡിയോസ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ക്ലിക്ക് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ആക്റ്റീവ് ഡിസൈനെ കോണ്ടാക്ട് ചെയ്യുന്നതും ഞങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് സേവർ സാറിനെ കോണ്ടാക്ട് ചെയ്തത്. മാഡത്തിനോട് ചോദിക്കാനുള്ളത്, സാധാരണ ഒരു വീട്ടമ്മയാണ് ഒരു പ്രോജക്റ്റിൻ്റെ നെടുംതൂണ്. മാഡത്തിന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. തുടക്കം തൊട്ട് തന്നെ ഡിസൈനിലാണെങ്കിലും മെറ്റീരിയൽ സെലക്ഷനിലാണെങ്കിലും സ്പേസ് മാനേജ്മെന്റിലാണെങ്കിലും മാഡം വളരെയധികം ഇൻവോൾവ് ചെയ്തതാണ്. ആക്ച്വലി ആക്റ്റീവ് ഡിസൈൻസ് ഞങ്ങൾക്ക് കിട്ടിയ ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് ആണ്. ഞങ്ങളുടെ ഒരു ഡ്രീം ഹോം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾക്ക് കുറേ കൺസെപ്റ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് സാറുമായിട്ട് ഷെയർ ചെയ്തു. സാറ് മറ്റ് ടീംസുമായിട്ട് അത് എല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് വരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വളരെ ഹെൽപ്ഫുള്ളായി ചെയ്തു. പിന്നെ ഞങ്ങളുടെ കുറേ കൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു, അത് സാറുമായിട്ട് ഷെയർ ചെയ്തു. സാർ അതിനോടൊപ്പം ഞങ്ങളോടൊപ്പം തന്നെ ഒത്തു നിന്നുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. സാധാരണഗതിയിൽ ഒരു പ്രോജക്റ്റ് തീർന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഈ എന്താണ് ഹൗസ് ഓണറും കൺസൾട്ടൻറ്റും അല്ലെങ്കിൽ ഹൗസ് ഓണറും ആർക്കിടെക്റ്റും ഹൗസ് ഓണറും കോൺട്രാക്ടേഴ്സൊക്കെ ആയിട്ട് പലയിടത്തും വഴക്ക് വരാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു, 2 ക്ലൈമറ്റ് ചേഞ്ച് കഴിഞ്ഞു, ചിറാപുഞ്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴയുള്ള സ്ഥലമാണ് നിങ്ങളുടെ നാട്. ഇപ്പം എന്തു തോന്നുന്നു? ബിൽഡിംഗ് വൈസ് പറയാനാണെങ്കിൽ ഇറ്റ്സ് സൂപ്പർ. എ സിംഗിൾ സീപ്പേജ് എനിവേർ ഐ കാൻ ഫൈറ്റ്. ഈ വിഷുവിന് നമുക്ക് വീണ്ടും കാണാൻ പറ്റിയതിലും ഇതേപോലെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നതിലും നിങ്ങൾ ഈ വീട് സൂക്ഷിക്കുന്ന രീതി കണ്ടിട്ട് എനിക്ക് പലരോടും പറയാൻ തോന്നുന്നുണ്ട്, സുപ്രിയ മാഡത്തിനെ പോലെ അശോക് സാറിനെ പോലെ ആയിരിക്കണം എല്ലാവരും വീട് സൂക്ഷിക്കുന്നതെന്ന്. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഹാപ്പി വിഷു. ആക്റ്റീവ് ഡിസൈനും അതിൻ്റെ ടീമിനും വളരെ വിഷുവാശംസകൾ. കൂടാതെ തന്നെ ഇനിയും മുന്നോട്ട് വളരെയധികം വിഷു വരാനുണ്ട്, വളരെയധികം ഇയേഴ്സ് ഹെഡുണ്ട്. എല്ലാവിധ ആശംസകളും, വളരെയധികം പ്രൊജക്റ്റുകൾ കിട്ടാനും ഇതുപോലുള്ള വീടുകൾ, ഇതിൽ വലിയ വീടുകളും ചെയ്യാനായിട്ട് ആക്റ്റീവ് ഡിസൈൻ സാധിക്കട്ടെ എന്നാണ് പറയാൻ. വളരെ ഹാപ്പിയാണ്. താങ്ക് യു.